നീതുമോളെ, അവൾ ഇവിടെ ഇല്ലേ? അവളിത് എവിടെ പോയി? ചേച്ചി, അയ്യോ അമ്മേ, ചേച്ചി പേടിച്ചോ? നീ കയറി ഇതിന്റെ പൊക്കത്തിരിക്കുവാണോ? ഞാൻ പേടിച്ചു പോയല്ലോ. ഞാൻ ഇറങ്ങാൻ പോയപ്പോഴാ ചേച്ചി വന്നേ. പിന്നെ എന്താ നീ ഇറങ്ങാത്തെ? ചേച്ചി എന്താ എന്നെ അന്വേഷിച്ചേ? ആദ്യം കാര്യം പറ. അത് ഞാൻ പറയാം, നീ ആദ്യം ഭൂമിയിലേക്ക് ഇറങ്ങ്. നോക്കിയിട്ട് എന്റെ കഴുത്ത് വേദനിക്കുന്നു. ഞാൻ കേട്ടോളാം, ചേച്ചി പറ. എന്നാ നീ അവിടെ തന്നെ ഇരുന്നു, ഞാൻ പറയണമെന്നില്ല, ഞാൻ പോകുക. അയ്യോ ചേച്ചി പോകല്ലേ. എടി നീതു, നീ ഇവിടെ മാനത്ത് കയറി ആലോചിച്ചോണ്ടിരുന്നോട്ടോ. അയ്യോ എന്റെ പൊന്നു ചേച്ചി, കാര്യം പറ, കുറെ നേരമായല്ലോ. പാവം കുണിക്ക് ചക്കേന്ന് കിട്ടിയതാന്ന് പറഞ്ഞ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല, ഇപ്പോഴും സങ്കടത്തിലാ. ശരിയായി, അച്ഛാമ്മ പറഞ്ഞത് അവള് ശരിക്കും വിശ്വസിച്ചു. ഓ, അപ്പൊ നിനക്കറിയാം. എന്നിട്ട് നീ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുവാണോ? ചേച്ചി അച്ഛനും അമ്മയും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ അവളുടെ സങ്കടം മാറിയില്ലേ? പിന്നെന്താ? എന്നാലും അങ്ങനെ വിട്ടാ പറ്റൂല. അച്ഛമ്മക്കിട്ടൊരു പണി കൊടുക്കണോടി. എന്ത് പണി കൊടുക്കാനാ? അതിനാ ഞാൻ നിന്നെ വിളിച്ച്. നിന്റെ തലയിലാകുമ്പോൾ നല്ല നല്ല ഐഡിയ ഒക്കെ വരുമല്ലോ. എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ. ചക്കപ്പായസം ഉണ്ടാക്കിയിട്ട് അതിൽ സോപ്പ് കൂടിയിട്ട് കൊടുത്താലോ? ബെസ്റ്റ്. മുളക് ഐസ്ക്രീം കൊടുത്തോണ്ട് നമ്മൾ ഇനി എന്ത് കൊടുത്താലും അച്ഛമ്മ കഴിക്കൂല. ചേച്ചി കുണുക്കിയുടെ കുണുക്കൻ്റെ അടുത്തേക്ക് ചെല്ലേ. നല്ലൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇപ്പം വരാം. ഐഡിയ കണ്ടുപിടിക്കോ അതോ നീ കിടന്ന് ഉറങ്ങോ? ഇല്ല ചേച്ചി, നമ്മുടെ കുണുക്കിയുടെ കാര്യമല്ലേ, ഞാൻ വരാം. ചേച്ചി ചെല്ലേ. ഇവൾ എന്തെങ്കിലും നല്ല ഐഡിയ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അച്ഛമ്മനെ ശരിയാക്കണം. എന്റെ കുണുക്കിനെ വിഷമിപ്പിച്ച് അച്ഛമ്മക്കിട്ട് നല്ലൊരു പണി തന്നെ ഞാൻ കൊടുക്കും. ഇതുവരെ നിന്റെ സങ്കടം മാറിയില്ലേ കുണുക്കി? സങ്കടം മാറി. പിന്നെന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അതച്ഛമ്മ എന്നെ ചക്കയെന്ന് ഇട്ടില്ലെന്ന് വിളിച്ചതായിരുന്നു. കൊടുക്ക ചക്ക കിട്ടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞില്ലേ കുണിക്കുമോളെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. എനിക്ക് സങ്കടം വരുവാ. നിന്റെ സങ്കടം മാറ്റാൻ ഒരു വഴിയുണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്. മോള് ഇവിടെ കാത്തിരുന്നോ. കുണുക്കിനെ സങ്കടപ്പെടുത്തിയാ നീതിച്ചേച്ചി തെറ്റിച്ചേച്ചി വെറുതെ ഇരിക്കോ? നല്ല പണി കൊടുക്കുന്നുണ്ട്. ഇതെന്താടി നീത് മോളെ കയ്യില്? ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇതെന്താ പടക്കോ? പടക്കോ? ഇത് പടക്കൊന്നും അല്ല, ബോംബാ. അയ്യ ബോംബോ, നിനക്കിത് എവിടുന്നാ? എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ പേടിക്കല്ലേ. ഇത് ബോംബൊന്നും അല്ല, ഇത് ഗ്ലോ സ്റ്റിക്കാ. ഗ്ലോ സ്റ്റിക്ക്. ഗ്ലോ സ്റ്റിക്കോ? അതെന്താടി? ചേച്ചി യൂട്യൂബിലെ റീൽസിലൊന്നും കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ രാത്രി കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഗ്ലോ സ്റ്റിക്ക് വെച്ചിട്ട് ഇരുട്ടത്ത് പോയി നിന്നാലേ അസ്ഥിക്കൂടത്തിന്റെ ഷേപ്പിലൊക്കെ വരുന്നത്. എനിക്ക് മനസ്സിലാവണില്ലടി. അത് ആ ഉടുപ്പ് ഇവരെ ഇടിച്ചു കഴിയുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാകും. നീ എന്തൊക്കെയാ പറയണമെന്ന് തെളിച്ച് പറ. ചേച്ചി കുണുക്കിനെയും നമ്മൾ ബ്ലാക്ക് കളർ ഉടുപ്പിട്ടിട്ട് ഈ ഗ്ലോ സ്റ്റിക്കും അവരുടെ മേത്ത് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് ടെറസിലോ എവിടെയോ കൊണ്ടെങ്കിൽ നിർത്തണം. അത് കഴിഞ്ഞ് അച്ഛമ്മേനെ നമുക്ക് വിളിച്ച് ടെറസിൽ കയറ്റണം. അന്നേരം ഇവരെ കണ്ട് അച്ഛമ്മ പേടിച്ച് ഓടിക്കോളും. അത് പറഞ്ഞപ്പോ കുണുക്കിയുടെ സന്തോഷമുണ്ടോ? നീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, എന്നാലും നിന്റെ ഐഡിയ കൊള്ളാൻ തോന്നുന്നു. നമ്മൾ എങ്ങനെ അച്ഛമ്മേനെ ടെറസിലോട്ട് കൊണ്ടുവരും? അത് വല്ല മഴ പെയ്യുന്നോ ടെറസിൽ വല്ല തുണി ഉണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുവരാം. എടി അമ്മ അറിയില്ലേ, നമ്മളെല്ലാവരും ടെറസിൽ പോയി നിന്ന് അമ്മ വരില്ലേ? അമ്മ വരാതെയൊക്കെ ചേച്ചി നോക്കണം. കുണുക്കി, ചേച്ചിമാര് പറയണ പോലെ കേക്കോ? ഇരുട്ടത്ത് നിൽക്കുമ്പോ പേടിക്കണ്ടാട്ടോ, കൂടെ ചേച്ചി ഒളിച്ചിരിപ്പുണ്ടാകും. ഇല്ല കുണിക്ക് മോളെ, അത്രക്കൊന്നുമില്ല. കുണുക്കിനെ ടെറസിൽ കൊണ്ടുപോയി ഞങ്ങൾ ഈ ഉടുപ്പിട്ടിട്ട് ലൈറ്റ് നിർത്തി കളയും. അന്നേരം അച്ഛമ്മ പേടിച്ച് ഓടുമല്ലോ. ലൈറ്റ് നിർത്തുമ്പോ പേടിക്കണ്ടാട്ടോ, ഞങ്ങൾ പുറകിൽ തന്നെ നിന്നേക്കാം. ലൈറ്റ് നിർത്തുമ്പോ നിങ്ങൾ രണ്ട് കോക്കാച്ചിയാകും. നിങ്ങളപ്പോ ഡാൻസ് കളിച്ചാൽ മതി, അച്ഛമ്മ ഓടിക്കോളൂ. ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ചേച്ചി ആ കുണുക്കനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുപോവാ. അവനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അവനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. കുണുക്കി എല്ലാം ഓക്കെ അല്ലേ? പറയണ പോലെ ചെയ്യില്ലേ? ഇപ്പൊ നിങ്ങൾ കോക്കാച്ചിയല്ല, പക്ഷേ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ കോക്കാച്ചികളാകും. നിങ്ങളുടെ മേത്തെ ഈ ലൈറ്റൊക്കെ തെളിഞ്ഞ് ശരിക്കും കോക്കാച്ചിയാവും. എടി നീതു, എനിക്ക് ഇപ്പോഴും ടെൻഷൻ. ഈ പിള്ളേരെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇവരുടെ രൂപം കണ്ട് പേടിച്ച് കരയൂന്നാ. അതിന് അച്ഛമ്മ വരുന്നതിന് മുമ്പേ ലൈറ്റ് ഓഫ് ചെയ്ത് ഇവരുടെ രൂപം നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് പേടിക്കണ്ടെന്ന് പറയാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. അല്ലടി, മുഖത്ത് റൗണ്ട് വെച്ചില്ലല്ലോ. ആ മുഖത്ത് റിങ്ങൊക്കെ വെച്ച് നമുക്ക് ലൈറ്റ് ഓഫ് ആക്കി ഇവരെ കാണിച്ചാൽ മതി. ഇനി നിന്ന് സമയം കളയണ്ട. പിള്ളേരുടെ മൂഡ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റൂല. ചേച്ചി പോയി അച്ഛമ്മനെ വിളിച്ചോണ്ട് പോവാ. ഓ, അച്ഛമ്മനെ ടെറസിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ടാസ്ക് ആണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കാം. ചേച്ചി അച്ഛമ്മനെ ടെറസിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ ആ സ്വിച്ചിന്റെ അവിടെ ഒളിച്ച് നിൽക്കാം. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓർമ്മയുണ്ടല്ലോ. ഡീൽ. ഞാനിപ്പോ പോയിട്ട് വരാം. ഞാൻ പറയണ പോലെ നിങ്ങൾ ചെയ്താൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ രണ്ടുപേർക്കും ചോക്കോബാർ. അച്ഛമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? അച്ഛമ്മേനെ എങ്ങനെ വിളിച്ച് ഞാൻ ടെറസിൽ എത്തിക്കും? എന്ത് പറയും ദൈവമേ? അച്ഛമ്മേ ഉറങ്ങുവാണോ? അച്ഛമ്മേ. ആരാ? നിത്യയോ? എന്താ അച്ഛമ്മ എന്താ സോഫ കിടന്ന് ഉറങ്ങുന്നേ? മുറിയിൽ ഉറങ്ങിക്കൂടെ? ഉറങ്ങിന്നോ? ആരുറങ്ങി? ഓ, ഈ സന്ധ്യക്ക് ഉറങ്ങുന്ന ശീലമൊന്നും എനിക്കില്ല. ഞാൻ വെറുതെ കണ്ണടിച്ച് കിടന്നതാ. അത് മനസ്സിലായി. ഞാൻ 3-4 തവണ വിളിച്ചിട്ട് എണീക്കാനപ്പോ മനസ്സിലായി. നീ വിളിച്ചതൊക്കെ ഞാൻ കേട്ടു. ഞാൻ കണ്ണു തുറക്കാനതെന്ന് പറഞ്ഞില്ലേ? സന്ധ്യക്ക് ഉറങ്ങി പോലും. ആരുറങ്ങാൻ? ഞാൻ രാത്രി മാത്രമേ ഉറങ്ങൂ, പകൽ ഉറങ്ങൂല, സന്ധ്യക്ക് ഉറങ്ങൂല. അച്ഛമ്മയെ പുറത്ത് നല്ല മഴക്കാറുണ്ട്. അച്ഛമ്മ സാരി എടുത്തായിരുന്നോ ടെറസിൽ നിന്ന്? ഞാൻ സാരി ഒന്നും ടെറസിൽ കൊണ്ട് വിരിക്കാറില്ലെന്ന് നിനക്കറിയില്ലേ? ആ പുറകിലെ ഷീറ്റിന്റെ അടിയിലുണ്ട്. അതിപ്പോ മഴ വന്നാലും കുഴപ്പമില്ല. അത് പറയാനാണോ നീ വന്നേ? അല്ല അച്ഛമ്മേ, അത് നമുക്കൊന്ന് മുകളിൽ പോവാം. മുകളിലേക്കോ? നീ എന്തൊക്കെയാ പറയുന്ന? കുറെ നേരമല്ല. നിനക്കെന്തോ പറയാനുണ്ടല്ലോ. എന്താന്ന് വെച്ചാ പറ. എന്താ? ഓ, എന്ത് പറഞ്ഞോ? ഒന്ന് ടെറസിൽ കയറ്റാ. നല്ലൊരു ഐഡിയ കിട്ടി.
നിത്യ നീ എന്താലോചിക്കുവാ? അത് അച്ഛമ്മേ, ഞാൻ ഇങ്ങനെ പറയും. അച്ഛനും അമ്മയും ടെറസിലേക്ക് പോയിട്ടുണ്ട്. എന്തോ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാനാന്ന് തോന്നുന്നു. അച്ഛമ്മേനെ കാണാതെ കൊടുക്കാൻ വേണ്ടി അച്ഛൻ പൊക്കത്തോട്ട് കയറ്റിക്കൊണ്ട് പോയേ. ഞങ്ങൾ ചെന്നപ്പോഴും വേണ്ടാന്ന് പറഞ്ഞു, അമ്മ ചെല്ലണ്ടാന്ന് പറഞ്ഞു. അതാ ഞാനിവിടെ വന്ന് അച്ഛമ്മേനോട് പറഞ്ഞേ നമുക്ക് പോയി നോക്കാം. അതെന്തേർപ്പാടാ, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോ നമ്മൾ അറിയാതൊരു ഗിഫ്റ്റ്. വാടി, നമുക്ക് ടെറസിൽ പോയി നോക്കാം. ഈ അച്ഛമ്മ ഇത്ര വേഗം ഓടിയോ? അതെ, അച്ഛമ്മ ടെറസിലേക്ക് കയറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാനിപ്പോ ലൈറ്റ് ഓഫ് ചെയ്യും. രണ്ടുപേരും അസ്ഥിക്കൂടോട്ട് ഡാൻസ് കളിച്ചോളണം കേട്ടോ. നിങ്ങൾ ആ കുറച്ച് സൈഡിലോട്ട് നീങ്ങി നിൽക്കുക. അച്ഛമ്മ വരുമ്പോ മാത്രം മുമ്പിലേക്ക് വന്നാൽ മതി. എവിടെ ഗീതയും മാധവനും ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏ, അവിടെ ആരോ നിൽക്കുന്നേ? ആരോ നിൽക്കുന്ന പോലെ തോന്നുന്നല്ലോ, കണ്ണും പിടിക്കുന്നില്ല. അയ്യോ, കറണ്ട് പോയോ? അയ്യോ, അസ്ഥിക്കൂടം. ഇവിടെ പേടില്ല അച്ഛമ്മേ. പ്രേതം ഇല്ല പോലും. പിന്നെ ഞാൻ കണ്ടത് എന്താ അടികുണിക്ക്? ഞാൻ ടെറസിൽ ചെന്നപ്പോഴേക്കും രണ്ട് പ്രേതങ്ങള് ലൈറ്റ് അടിച്ചെന്റെ നേരെ വരിക. ഞാൻ ജീവനും കൊണ്ട് ഓടി. എന്റെ പൊന്നെ, പ്രേത വീടാ ഇത്. അമ്മ സോഫയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നില്ല, എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത് നീ. ദൈവമേ, നേരം വെളുക്കുമ്പോ തന്നെ ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു താടാ, എനിക്ക് ഇപ്പൊ തന്നെ പോണം. അമ്മ പേടിക്കാതെ, ഞങ്ങൾ എന്തായാലും ടെറസിൽ കയറിയെന്ന് നോക്കട്ടെ. അയ്യോ, ഇനി എന്ത് പേടിക്കാൻ? രണ്ട് അസ്ഥിക്കൂടങ്ങൾ, എന്റെ പൊന്നേ. ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ വല്ല സ്വപ്നം കണ്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കണ്ട. കുട്ടികളുടെ കാര്യം ഒന്നും പറയണ്ട. നിന്റെ കുട്ടികളുടെ അടുത്ത് ഒരു പ്രേതവും വരൂല. കണ്ട സീരിയലൊക്കെ കണ്ട് അവരോട് പല കുറ്റമൊക്കെ പറഞ്ഞ് നടക്കണോണ്ട് അമ്മക്ക് ഇങ്ങനെ തോന്നുന്നേ. ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ നീ. അല്ല, നീ ഇവളും എന്തിനാടാ പാതിരാത്രി ടെറസിൽ പോയേ? ഞങ്ങൾ ടെറസിൽ പോയെന്നോ? അത് ആര് പറഞ്ഞു? ഞാൻ അടുക്കള നിൽക്കുമല്ലേ, അത് അമ്മ കണ്ടതല്ലേ. മാധവൻ ചേട്ടനാണെങ്കിൽ മുറ്റത്തായിരുന്നു. അമ്മ അത് കണ്ടോണ്ടല്ലേ സോഫയിൽ വന്ന് കിടന്നേ. ഇതാ ഞാൻ പറഞ്ഞത്, അമ്മക്ക് ഓർമ്മയില്ലെന്ന്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി നിത്യേ, ടെറസിൽ നീ കണ്ട കാര്യം. ഞാനൊന്നും കണ്ടില്ല അച്ചാമ്മേ. അത് നേരെ, ഇവളൊന്നും കണ്ടില്ല. ഇവളെന്നെ ടെറസിൽ കയറ്റിട്ട് പിന്നെ ഇവളെ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ മാത്രം കണ്ടുള്ളൂ രണ്ട് അസ്ഥിക്കൂടം. അയ്യോ, തല പെരിക്കുന്നു. ഞാൻ എന്തായാലും മുറി പോയി കിടന്നൊന്ന് ഉറങ്ങട്ടെ. ഈ പ്രേത വീട് പേടിയായിട്ടും വയ്യ. ലൈറ്റ് ഇട്ട് വേണം ഇനി ഉറങ്ങാൻ. മടി, നമുക്ക് പോകാം. നിത്യൊന്ന് നിന്നേ, നീ എന്തിനാ അച്ഛമ്മനെ ടെറസിൽ കൊണ്ടുപോയേ? അച്ഛാ, അത് അച്ഛമ്മ വെറുതെ. നുണയൊന്നും പറയണ്ട. അച്ഛമ്മ പറഞ്ഞു കേട്ടപ്പോഴേ മനസ്സിലായി നീക്ക് എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ വടിയെടുക്കും. അത് പിന്നെ അച്ഛാ, സത്യം പറയാം, പക്ഷെ തല്ലരുത്. ആദ്യം സത്യം കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. കുളിക്കുമ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു അച്ഛാ. അതാ ഞാൻ അവളെ ചക്കയെന്ന് കിട്ടിയെന്ന് പറഞ്ഞതിന്റെ സങ്കടം അവൾക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് അച്ഛമ്മനെ പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്ലോ സ്റ്റിക്ക് എടുത്ത് അസ്ഥിക്കൂടത്തിന്റെ രൂപം ഉണ്ടാക്കി. അത് കണ്ട് അച്ഛമ്മ പേടിച്ചേ. ദൈവമേ, ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടില്ല, അസ്ഥിക്കൂടത്തിന്റെ രൂപം ഉണ്ടാക്കി പേടിപ്പിച്ചേക്കുന്നു. ഇവിടെ നിന്ന് കിട്ടിയെടുത്തതിനൊക്കെ ഇതായിരുന്നു. എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്. അമ്മ പ്ലീസ് അമ്മ, കുണിക്കയുടെ സങ്കടം കണ്ടിട്ട് അച്ഛമ്മക്കിട്ട് ഞങ്ങൾ അങ്ങനെ പണി കൊടുത്തേ. അതുമല്ല, അച്ഛമ്മ എപ്പോഴും നീതു പെണ്ണ്, നിത്യ പെണ്ണ്, കുണിക്ക് പെണ്ണെന്ന് പറഞ്ഞ് കുണുക്കനെ മാത്രം സ്നേഹിക്കും. എന്നിട്ട് എൻ്റെ മോനൊരു ആങ്കൊച്ചുണ്ടായത് കുണുക്കൻ മാത്രം അത് പറയും. ഞങ്ങൾ എന്തോരം നേരെ ഇത് സഹിക്കുന്നു. അതുകൊണ്ട് ഒരു പണി കൊടുത്തേ. അച്ഛാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേദനയാണെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ചെയ്യണം. അല്ലാണ്ട് പ്രായമായവരെ ഉപദ്രവിക്കുകയല്ല വേണ്ടത് കേട്ടോ. സോറി അമ്മേ. സോറി എന്നോടല്ല പറയേണ്ടത്, അച്ഛാമ്മേനോടാ. എന്തായാലും അമ്മ ഇപ്പൊ കിടന്നുറങ്ങാൻ പോയില്ലേ, നാളെ രാവിലെ എണീക്കുമ്പോ തന്നെ സോറി പറഞ്ഞേക്കണം കേട്ടോ. ശരി, എല്ലാരും പോയി കിടക്കാൻ നോക്കും. അയ്യോ, ഈ പിള്ളേരെ കൊണ്ട് തോറ്റ. വെക്കേഷൻ കഴിയുമ്പോഴേക്കും നല്ല രസമായിരിക്കും ഇവിടെ. എന്നാലും അമ്മ പറയുന്നത് തെറ്റല്ലേ? പെൺകുട്ടികളെ ആൺകുട്ടികളെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് വേദനിച്ചിട്ടാ. എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യണ്ട. ഇതൊക്കെ തെറ്റാ. എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കാം. നാളെ ആവട്ടെ.